നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് ചെന്നൈയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ചിന്താതിരിപ്പേട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇവിടെ 5000-ന് മേൽ കിളികൾ ഒരു വീട്ടിൽ ഒരേ സമയത്ത് വന്ന് ആഹാരം കഴിക്കാനായിട്ട് എത്തുന്നു. ഒരു വീടാണ് ഈ കാണുന്നത്. അത് ഗൃഹനാഥൻ്റെ പേര് സുദർശൻ എന്നാണ്. സുദർശൻ ദമ്പതികളുടെ ഒരു വീടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അതിനുള്ള ആഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഇവർ ഇവിടെ വാങ്ങിച്ചു വെക്കുന്നു. അവർ നമ്മൾ ചെല്ലുന്ന ആരോടും 5 പൈസ പോലും വാങ്ങിക്കാതെയാണ് ഇതെല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സമയം 4:30 കഴിഞ്ഞിട്ട് നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെല്ലാം. 5 മണിയൊക്കെ ആകുമ്പോൾ എൻ്റെ കിളികളും കാര്യങ്ങളൊക്കെ വരും. ഫുഡ് കൊടുക്കുന്നത് കാണാൻ പോവാം. അവർക്ക് വേണമെങ്കിൽ ടോക്കൺസൊക്കെ വെക്കാമെങ്കിലും അവരൊന്നും ചെയ്യാതെ അവരുടെ ഒരു വരുമാനത്തിൽ നിന്നാണ് ചെയ്യുന്നത്. ആദ്യം ഒരു 2 തത്തകൾക്ക് ഭക്ഷണം കൊടുത്താണ് ഇവർ തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോൾ 2 3ആയി, 3 6ആയി, അങ്ങനെ ഇരട്ടിച്ച് ഇന്ന് 5000-ൽ പരം തത്തകളും മറ്റു പക്ഷികളും ആണ് ഇവിടെ വരുന്നത്, ഇതിൻ്റെ ടെറസിൽ വന്ന് ചേരുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഈ വഴിയിലൂടെയാണ് നമ്മൾ മേളിൽ ചെന്ന് കഴിഞ്ഞിട്ട് മേളിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ തത്തയും ഇവരൊക്കെ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം അവർ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ കാണാൻ തന്നെ ആൾക്കാരുടെ ക്യൂ ആണ് ഇവിടെ. ഈ ഇരിക്കുന്നവരൊക്കെ ആ തത്തകളെയും ഇവരെയൊക്കെ കാണാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നവരാണ്. അതിനുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവർ സ്വയമേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും കൊടുക്കണ്ട. അവർ ഒരു ഹോബിക്ക് 2 തത്തകൾക്ക് കൊടുത്ത് പിന്നെ അങ്ങനെ പക്ഷികളെ കാണുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെയൊക്കെ തന്നെയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ അത് സ്ഥിരം വരാൻ തുടങ്ങി. ഈ കാണുന്ന ഫുഡുകളൊക്കെയാണ് കൊടുക്കുന്നത്. കുപ്പിക്കകത്ത് ഇതൊക്കെ മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫുഡ് ഇതുപോലെ വാങ്ങിച്ച് അവരെ കൊടുക്കാം. നമുക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. അവിടെ കൊടുത്തിട്ട് അവരത് നോക്കിയിട്ട് അവർ കൊടുക്കുകയുള്ളൂ. ഈ കിളികൾ വരുന്നത് കറക്റ്റ് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കിളികൾ വരാൻ തുടങ്ങും. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ കിളികൾ ഓരോന്നൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വരുന്ന കിളികളൊക്കെ തൊട്ട് അപ്പുറത്തെ മരച്ചില്ലകളിൽ വന്ന് സ്റ്റേ ചെയ്യും. ഏകദേശം ഒരു 5 മണിയാകുമ്പോഴാണ് ചെയ്യുന്നത്. ഈ ഫുഡ് ഇത് കൊടുക്കുന്ന മുമ്പ് നമ്മൾ കാണാൻ നിൽക്കുന്ന ഇവരുടെ എല്ലാവരുടെയും ആശീർവാദം മേടിക്കും. അത് സുദർശൻ ചേട്ടൻ്റെ വൈഫാണ്. അതിൻ്റെ എല്ലാവരുടെയും ആശീർവാദം വാങ്ങിച്ച് നമ്മുടെ അനുഗ്രഹങ്ങളോട് കൂടിയിട്ട് ഈ ഫുഡ് കൊണ്ടുപോയി മറ്റുള്ള ഫുഡുമായിട്ട് മിക്സാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് അതൊരു സന്തോഷം. നമ്മുടെ ഒരു ആശീർവാദം ചെയ്യാൻ പറ്റുന്നതിനകത്ത് ഫുഡിൻ്റെ അകത്ത് ചെയ്യാൻ കഴിയും. നമുക്കൊരു സന്തോഷം. അങ്ങനെ മാനസികമായിട്ട് വളരെ സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇത്. ചെന്നൈയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോഴും ചെല്ലാവുന്ന സ്ഥലമാണ്. കിളികൾ അവിടെ ഇവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഈ സമയം എങ്ങനെ ഇവർക്ക് അറിയാം എന്നറിയത്തില്ല. കറക്റ്റ് 5 മണി ആകുമ്പോഴേക്കും മാത്രമേ അവർ ഈ ഭക്ഷണം വെച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് വരത്തുള്ളൂ. അതുവരെ അവിടെ ഇവിടെയൊക്കെ വന്നിരിക്കും. അപ്പോൾ ആ ഒരു ഇത് കാണാൻ വേണ്ടി പല പ്രദേശത്തു നിന്ന് ആൾക്കാർ വരുന്നത്. മറ്റുള്ള പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ ഇവിടെ ആൾക്കാർ വരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്. കർണാടക, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇതിൽ നിന്ന് വിദേശത്തു നിന്ന് വരെ ആൾക്കാർ ഈ കഥകൾ കേട്ട് ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഇത് കാണിച്ചുകൊണ്ട് നമുക്കും ഇവിടെ വന്ന് ഇത് കാണാനുള്ള അവസരമുണ്ട്. അപ്പോൾ അത് നമ്മൾ പാഴാക്കാതിരിക്കുക. കാരണം ഇതൊരു പ്രകൃതിയുടെ ഒരു വല്ലാത്ത ഒരു കാഴ്ച തന്നെയാണ്. നമ്മളെ ഒരു പേടിയും ഒന്നുമില്ലാതെ ഫുഡ് ഇപ്പോൾ ഏകദേശം അടുത്ത ഫുഡൊക്കെ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം കിളികളൊക്കെ അടുത്തടുത്ത് വരുന്നു. ആ ടൈമായപ്പോൾ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുക. വന്നവർ തന്നെ പിന്നെയും വരുന്നത് കൊണ്ട് അവർക്കറിയാം 5 മണിയൊക്കെ ആകുമ്പോഴേ കറക്റ്റായിട്ട് തത്തകളെല്ലാം വരത്തുള്ളൂ എന്നുള്ളത് അവർക്കറിയാം. വിസിറ്റേഴ്സൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ആരുടെയൊന്നും 5 പൈസയൊന്നും അവർ വാങ്ങിക്കുന്നില്ല. നമുക്ക് ഒരു ടിക്കറ്റ് ചാർജ് ഒന്നുമില്ല. നമ്മളിതുപോലെ അവർ പറഞ്ഞു തരും. നമ്മളതുപോലെ സൈലൻ്റായിട്ട് ഇരിക്കുക. അവിടെ ചെന്ന് ഒച്ചയും ബഹളങ്ങളൊന്നും വെക്കാതെ
അത് നമുക്ക് ഇരിക്കാൻ വേണ്ടി ചെയറെല്ലാം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ആ ഫുഡെല്ലാം വെച്ചിട്ട് കണ്ട പലതരം പക്ഷികളാണ് വരുന്നത്. അവർ അതിൻ്റെ ലീഡർമാർ ആയിരിക്കും. അവർ ഫസ്റ്റ് വന്ന് കഴിച്ചതിന് ശേഷം മറ്റുള്ളവരെല്ലാം ഇങ്ങോട്ട് വരുന്നു. കാണുന്നൊരു വല്ലാത്തൊരു കൗതുകമാണ്. തത്തകൾ കൂട്ടത്തോടെ ദൈവം പ്രാവുണ്ട്. പ്രാവ് ഇതിൻ്റെ അകത്ത് ഇതാണ് സുദർശനൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ഗൃഹനാഥൻ ഒരു വൈഫും കൂടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. സ്ഥലമില്ലാത്തവർക്കൊക്കെ താഴത്തിരിക്കാനായിട്ട് പായൊക്കെ ഇട്ട് കൊടുത്താൽ സാറ് എല്ലാവരും ഇരുത്തുന്നത്. കണ്ട തത്തകളെ കണ്ട എന്ത് നല്ല രസമുണ്ട്. ഇഷ്ടംപോലെ തത്തകളാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും തത്തകൾ. കണ്ട തത്തകൾ നിറച്ച് തത്തകളാണ് വരുന്നത്. തത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഇത് കാണുക എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് ഇത് നമുക്ക്. നല്ല ഒരു അനുഭവമായിരിക്കും. നിങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞ് മറ്റുള്ള ഫാമിലിയൊക്കെ ആയിട്ട് നമുക്ക് അവിടെ പോകുന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെ ഒന്ന് സന്ദർശിച്ചാൽ വളരെ നല്ല ഒരു അനുഭവമായിരിക്കും. തത്തകളുടെ കൂട്ടങ്ങളാണ് ഇവിടെ വരുന്നത്. നമുക്കൊരു വല്ലാത്തൊരു കാഴ്ചയായിരിക്കും ഇത് കാണുന്നത്. അപ്പോൾ ചെന്നൈ പ്രദേശത്ത് അവിടെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഹൃദയഭാവം തന്നെയാണ്. ചിന്താതിരിപ്പേടം എന്നാണ് അതിൻ്റെ സ്ഥലപ്പേര്. വണ്ടിക്കാരോട് പറഞ്ഞാൽ വണ്ടിക്കാരവിടെ ഇതാക്കി തരും. അപ്പോൾ അങ്ങനെ നമുക്കന്ന് പോയി ഫാമിലിയായിട്ട് കാണാൻ ഒരു അവസരം ഉണ്ടാകട്ടെ.